ഹലോ നമസ്കാരം, എല്ലാവർക്കും ജെക്കിൻ്റെ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ സുക്കുണിൻ്റെ സ്വന്തം ടെക്നിക്കായിട്ട് ക്ലേവ് നമ്മുടെ യൂട്ടോ കോപ്പി ചെയ്തിട്ട് അത് നമ്മുടെ സുക്കുണിക്ക് എതിരായിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തെന്ന് സംഭവിക്കുന്നത് നിങ്ങൾക്ക് പറയണ മുമ്പ് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടൈമിനനുസരിച്ച് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ യൂട്ടോ സുക്കുണിൻ്റെ സ്വന്തം ടെക്നിക്ക് തന്നെ സുക്കുണിക്ക് എതിരായി യൂസ് ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ സുക്കുണ് വിചാരിക്കാത്തൊരു കാര്യമാണ്. 8ൻ്റെ പണിയല്ല 16ൻ്റെ പണിയാണ് ഇപ്പോൾ യൂട്ടോ നമ്മുടെ സുക്കുണിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇവൻ എങ്ങനെ എൻ്റെ ടെക്നിക്ക്, എൻ്റെ സ്വന്തം ടെക്നിക്ക് കോപ്പി ചെയ്ത് എടുത്തു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഷോക്കിലാണ് ഇപ്പോൾ നമ്മുടെ സുക്കുണി ഇരിക്കുന്നത്. നമ്മുടെ സുക്കുണിൻ്റെ ആ ഒരു ടെൻഷനായിട്ടുള്ള ഫേസ് കണ്ടിട്ട് നമ്മുടെ യൂട്ടോ ചോദിക്കണം, ഈ ഒരു എരിയുന്ന തീയിൽ എണ്ണൊഴുക്കി എന്ന് പറഞ്ഞ പോലെയല്ലേ, അതായത് ചോദിക്കണം, സുക്കുണൻ ചേട്ടാ നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് ഫിംഗർ കിട്ടില്ലായിരുന്നോ? ഇതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ആ ഒരു ലൂപ്പ് തുടങ്ങി. യുജി, യൂട്ട, റിക്ക വേഴ്സസ് വീണ്ടും നമ്മുടെ സുക്കുണ അവനെ പന്നിക്കിടുന്നു, സുക്കുണിക്കും തിരിച്ചു വിടുന്നു. അതായത് നമ്മുടെ സുക്കുണിൻ്റെ ടെക്നിക്സ് എന്താണ്, അത് എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ യൂജിക്കും യൂട്ടയ്ക്ക് അറിയാം. ഇതിൻ്റെയൊക്കെ കൗണ്ടറായിട്ട് അവർ പുതിയ ടെക്നിക്സും കാര്യങ്ങളെല്ലാം മനസ്സിൽ മുമ്പേ കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കണമെങ്കിൽ നമ്മുടെ സുക്കുണിക്ക് ആ ഒരു ഫേസ് ആ ഭാഗങ്ങളിലൊക്കെ ഇവർ രണ്ടായിട്ടുള്ള ഹെവി അറ്റാക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ യൂട്ടയ്ക്കെതിരെ ഈ ഒരു ഡിസ്മാൻറ്റിൽ യൂസ് ചെയ്തെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ കുറഞ്ഞു. ഈ ഒരു ഡിസ്മാൻറ്റിൽ വീക്കനായി വന്നിരിക്കുകയാണ്. സോ നമ്മുടെ സുക്കുണിൻ്റെ ടെക്നിക്സ് എല്ലാം അതിൻ്റെ ഒരു വീക്കർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതുമുതൽ നമ്മുടെ സുക്കുണ അവിടെ പറയേണ്ടത് നമ്മുടെ യൂജിൻ്റെ ബ്ലഡ് തൻ്റെ ഫേസിലൊക്കെ വീഴുന്ന ടൈമിൽ ഒരുമാതിരി ബേൺ ആയി വീണു സ്കിന്നൊക്കെ. സോ എന്താണ് ഇവൻ്റെ ഈ ഒരു ബ്ലഡിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ട് ഇവൻ ആലോചിക്കേണ്ടത്. സോ പിന്നെ നമുക്ക് യൂജിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. നമ്മുടെ ഇറ്റഡോറിൻ്റെ അതിൽ നമ്മൾ ഇറ്റഡോറി നമ്മുടെ യൂക്കിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് കയ്യിൽ പിടിച്ച് വെച്ച് പറയണം. സോ ഈ ഒരു ബുക്കിൽ, അതായത് നമ്മുടെ യൂക്കി എഴുതിയ നോട്ട്സ് പ്രകാരം ഒരു ജനറൽ കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് ഏതൊരു 2 സോൾസും മെർജ് ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും അത് ഒറ്റ ഒന്നാകില്ല, അതിലെന്നാലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വേരിയേഷൻ വരും പറഞ്ഞിട്ട് പറയണ്ടേ. ബട്ട് നമ്മുടെ ചോസ് നമ്മുടെ യൂജിൻ്റെ അത് പറയണ്ടേ. അപ്പോൾ നീയും സുക്കുണയോ അതെന്താണ്? അതുപോലെ നമ്മുടെ ചോസോ പറയണ്ടേ, ഞാൻ ഈ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഈ ബോഡിയിൽ എനിക്കിതുപോലെ ഒരു സോളിൻ്റെ ട്രേസും കാര്യമൊന്നും വരുന്നില്ലല്ലോ കൊണ്ട് പറയണ്ടേ. ഇതിൻ്റെ ഉത്തരമായിട്ട് നമ്മുടെ യൂജി പറയണ്ടേ, അതായത് ഈ ഒരു നോൺ സോസറും അതുപോലെ തന്നെ ഒരു കേസർ ഒബ്ജക്റ്റ് ആയിട്ട് ഒരുപാട് മാസീവ് ആയിട്ടുള്ള ഒരു എനർജി ഗ്യാപ്പ് വ്യത്യാസമുണ്ട് കേസർ എനർജീൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ യൂക്കിൻ്റെ നോട്ട്സിൽ പറയേണ്ടത്, ഇപ്പോൾ ഒരു സോള് എത്ര ഡീപ്പായി പോയാലും അത് ഒരിക്കലും ഡിസ്ട്രോയ് ആകുകയോ അല്ലെങ്കിൽ 1-2 സോളായിട്ട് മെർജ് ചെയ്യുകയോ ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ ചോസ ചോദിക്കേണ്ടത്, അപ്പോൾ ഈ നമ്മുടെ മെഗുമിൻ്റെ കേസിൽ എങ്ങനെയാണ്, അവന് ഇതുപോലെ ഈ സോളിൻ്റെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു പണിയായില്ലേ പറഞ്ഞിട്ട് പറയണ്ടേ. അപ്പോൾ നമ്മുടെ യൂജി പറയണ്ടേ, ദർ വാസ് എ കേഴ്സ് സ്പിരിറ്റ് മഹിറ്റോ എന്നൊരു കേഴ്സ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. സോ അവൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ സോളിനായിരുന്നു. സോ ഇവൻ്റെ ടെക്നിക്കിന് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളുടെ സോൾ എടുത്ത ശേഷം അതിനെ ഒരു ക്രീച്ചറായിട്ട്, പുതിയൊരു ക്രീച്ചറായിട്ട് ഇവന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ലക്ലി ഇപ്പോൾ അവൻ ജീവനോടെ ഇല്ല. ആ ഒരു ടെക്നിക്ക് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ യൂജി പറയേണ്ടത്. അതായത് നമ്മുടെ യൂജിക്ക് ഇപ്പോൾ നമ്മുടെ യൂക്കിൻ്റെ നോട്ട്സിന് ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ നമ്മുടെ ഏഞ്ചലും പറയേണ്ടത്, ഇതാണ് എൻ്റെ പ്ലാനെങ്കിൽ എൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഏതൊരു യൂസറിൻ്റെ ടെക്നിക്കിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക, അലിയിച്ച് കളയുക. സോ അങ്ങനത്തെ ഒരു പവറാണ് എനിക്കുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാലും മെഗുമിൻ്റെ സോളിനെ രക്ഷിക്കേണ്ട ചാൻസ്, സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും എന്ന് പറയേണ്ടത്. സോ കമ്മിങ് ബാക്ക് ടു റിയൽ ടൈം, നമ്മുടെ യൂജി, യൂട്ട, റീക്ക എല്ലാവരും കൂടി നമ്മുടെ സുക്കുൺ ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല നമ്മുടെ യൂട്ട ഏഞ്ചലിൻ്റെ കോപ്പിയുടെ ടെക്നിക്ക് തന്നെ നമ്മുടെ സുക്കുണിക്കെതിരെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുമാത്രമല്ല മറു സൈഡ് നമ്മുടെ യൂജി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ഒരു സോളിൻ്റെ ആ ടെക്നിക്കില്ലേ, സോ ആ ഒരു ടെക്നിക്കിൻ്റെ എനർജി എല്ലാം ആ ഒരു ഫിസ്റ്റിലേക്ക് ആക്കിയിട്ട് എനിക്കാ ഫിഷുഗുരോ ഫിഷുഗുരോ പറഞ്ഞിട്ട് നേരെ നമ്മുടെ സുക്കുണിൻ്റെയാക്കി അടിക്കുകയാണ്. അപ്പോഴാണ് അവിടെ വേറൊരു സീന്, കഷ്ടപ്പെട്ട് ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് അവനെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫിഷുഗുർക്ക് വരണ്ട അത്ര, അവനെ എല്ലാം നഷ്ടപ്പെട്ടു. സോ അവൻ്റെ സിസ്റ്റർ നഷ്ടപ്പെട്ടു, ഫാമിലി എല്ലാവരും നഷ്ടപ്പെട്ടു. സോ അവൻ്റെ ജീവിക്കാനൊരു വില്ല് തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും ഡിപ്രഷനും കാട്ടി ലോ ലെവലിൽ എത്തിക്കാൻ നമ്മുടെ ഫുഷിഗുരോൻ്റെ സോള്. ബട്ട് അതിൽ നേരം നമ്മുടെ യൂജിക്ക് നമ്മുടെ മെഗുമിൻ്റെ സോളിനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ സുക്കുണിക്ക് ബോധം വന്നിരിക്കാനും 3നെയും പിടിച്ചിട്ട് പന്നിക്കിട്ടു. ബട്ട് അവനെ പന്നിക്കിട്ടെങ്കിലും ബാക്കി വന്നിട്ട് ഒരു സാധനം കട്ടപ്പം നമ്മുടെ ബാഹുബലിനെ കുത്തി പോലെ നമ്മുടെ സുക്കുണെ ആരെയോ കുത്തിയിരിക്കുന്നു. ആരായിരിക്കും? മറ്റാരുമില്ല, നമ്മുടെ മാക്കി സെനീൻ. എന്നിട്ട് ഇവർ 2 ആളും കൂടി കാണുന്ന ഒരു പാനലുണ്ട്. ഇതെനിക്ക് കാണാൻ മറ്റേത് ഓർമ്മ വരുന്നത്, ഓ രാകേഷ് വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇനി നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ മാക്കി ഈ ഒരു നമ്മുടെ യൂട്ട ക്രിയേറ്ററിലുള്ള ഒരു ബാരലിലേക്ക്, ഈ ഒരു ഡൊമൈനിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക്. അതായത് നമ്മുടെ യൂട്ടയും സുക്കുണിയും കൂടെ നടക്കുന്ന ഒരു ഫൈറ്റ് ഇപ്പം നമ്മുടെ യൂട്ടേനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാരിൻ്റെ ഉള്ളിലാണ്, ഒരു ഡൊമൈൻ്റെ ഉള്ളിലാണ്. സോ ഈ ഒരു ബാരിൻ്റെ പുറത്തായിട്ട് നമ്മുടെ കുസക്കാവി, അതുപോലെ തന്നെ നമ്മൾ ഞാനാമിൻ്റെ ആ ഒരു അസിസ്റ്റൻ്റ് പയ്യനില്ലേ അവനും ഉണ്ട്. അതായത് നമ്മുടെ മാക്കിക്ക് മാത്രമാണ് ഈ ഒരു ഡൊമൈനിലേക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി ചെല്ലാൻ സാധിക്കുള്ളൂ. ബിക്കോസ് ഓഫ് ഹെവലി റിസ്ട്രിക്ഷൻ ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ അവൾക്ക് എനർജി ടെക്നിക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ അവൾക്ക് എങ്ങനെയാണ് ഈ ബാരലിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ബട്ട് ഇതിൻ്റെ പ്ലാൻ പ്രകാരം യൂട്ടയായിട്ട് തന്നെ ഈ ഒരു ബാരലിൽ ഒരു
ക്രാക്ക്, ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടാൻ മാത്രമാണ് നമുക്ക് മാക്കിക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ട് നമ്മുടെ സുക്കുണിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യാണ്. സോ മാക്കി പതുക്കി കയറാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സിഗ്നൽ കിട്ടിയിട്ട് നമ്മുടെ മാക്കി നേരെ വന്നിട്ട് ആ ഒരു ഡൊമൈനിൽ കയറിയിട്ട് നമ്മുടെ സുക്കുണിനെ അറ്റാക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ സുക്കുണിനെ നിന്ന് അറ്റാക്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ യൂട്ടിനെ നമ്മൾ റിക്കി എടുത്തുകൊണ്ടുപോകുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ നമ്മൾ കുസകാമിയെ നമ്മുടെ യു ഐ അവനീ സമൺ ചെയ്ത്. സോ നമ്മുടെ യൂട്ടി റിക്കായിട്ട് ആ ഒരു പയ്യൻ ടെലിപോർട്ട് ചെയ്ത് പോവുകയാണ് അവൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്. അതുമാത്രമല്ല, നിങ്ങളിവിടെ എക്സ്ട്രാ ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ അറ്റാക്സ് കിട്ടിയ പോലെയല്ല നമ്മുടെ മാക്കിൻ്റെ ഈ ഒരു ബ്ലേഡിൽ നിന്ന് കിട്ടിയ എല്ലാ അറ്റാക്സ്. ഈ ഒരു സോളിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഈ ഒരു ബ്ലേഡിൽ നിന്ന് അറ്റാക്ക് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു റിവേഴ്സ് യൂസ് ചെയ്തിട്ട് ഇത് ഹീൽ ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. ഇപ്പം നമ്മുടെ സുക്കുൻ്റെ കണ്ടീഷൻ കൂടി നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ മറുസൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ യുജി ഇപ്പോൾ ഒരു ബ്ലഡൊക്കെ ഒരുപാട് ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഗുമിൻ്റെ തിരിച്ചു വരില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇവന് ഒരു ഓവർ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവൻ റിവേഴ്സ് യൂസ് ചെയ്യാനും കേസ് ടെക്നിക്ക് എല്ലാം പഠിച്ചു. ബട്ട് ഇവൻ്റെ ബോഡി പെട്ടെന്ന് ഹീൽ ചെയ്യണില്ല. സോ അവൻ ആ ടെൻഷനിലിരിക്കുന്ന ടൈമിലായിരിക്കും അവൻ ചോസ് വരിക. സോ അവൻ ബ്രീത്തിങ്, യു ക്യാൻ ഡു ഇറ്റ്, നീ പെട്ടെന്ന് പഠിച്ചെടുത്തല്ലേ പറഞ്ഞിട്ട് അവൻ്റെ ബോഡീനെ തന്നെ ഫീൽ ചെയ്യാൻ പറയണ്ട്. സോ അവൻ പതുക്കെ അവൻ്റെ ബോഡി ഫീൽ ചെയ്തിട്ട് ഒരു ബ്ലഡ് തന്നെ എല്ലാവിടേക്കും വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ചോസോ. അതുപോലെ തന്നെ മറുസൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ തീ ഫൈറ്റ് മാക്കി വേഴ്സസ് നമ്മുടെ ഈ സുക്കുണ. ലാൻഡൊന്നും ചെയ്യണില്ല, മെയിൻ ഈ ഒരു എയറിൽ വെച്ചിട്ടുള്ളൊരു ഫൈറ്റാണ്. ജസ്റ്റ് ഒന്ന് ഫൈറ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ സുക്കുണിക്ക് കാര്യം മനസ്സിലായി. മാക്കി മറ്റുള്ളതിനും വിചാരിച്ച പോലെയല്ല, ഇവൾക്ക് എൻ്റെ ടെക്നിക്സ് അല്ല പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അടുത്ത മൂവി എന്താ ഇടുന്നതെന്ന് ഇവൾക്ക് അറിയാൻ സാധിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ മാക്കിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അവൾക്ക് മനസ്സിലായി നമ്മുടെ സുക്കുണ ഈ ഒരു ഹാർട്ട് ബീറ്റ് കൂട്ടാൻ വേണ്ടി കേസ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഹാർട്ട് ബീറ്റ് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഹീലാവും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ മാക്കിക്കും പെട്ടെന്ന് മനസ്സിലായി. സോ അപ്പോൾ അവളെ ലെവൽ മനസ്സിലാക്കിയിട്ട് സോ നിനക്ക് ആ ഹാർട്ട് ബീറ്റ് നന്നായിട്ടൊന്ന് കൂട്ടേണ്ടി വരും എന്നോടൊപ്പം ഫൈറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ സുക്കുണ പിന്നെന്താ ചെയ്യാലോ. മറുസൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൂഡ് ഹക്കാരിയെ വേഴ്സസ് നമ്മൾ ഉറാമയും കൂടിയിട്ട് വീണ്ടും ഐസിയിൽ വെച്ചൊരു ഫൈറ്റ്. ഇത് വേറെ ഒന്നുമില്ല, മറ്റേ സെയിം ഷിറ്റ് ടോക്ക് തന്നെ. മുരുകനാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉറാമെ സുക്കുണ സ്വാമി ഈസ് ഗ്രേറ്റ് വെരി പവർഫുൾ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു മെമ്മറി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹൂ ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഗ്രേഡ് 1 സോസർ എന്ന് നമ്മുടെ ഗോജൻ്റെ എത്തും, അതുപോലെ തന്നെ മെയ്മെയിൻ്റെ എത്തും, അതുപോലെ നമ്മൾ നാനാമിൻ്റെ ചോദിച്ചപ്പോഴും ഇവരെല്ലാം ഒറ്റ ഉത്തരവാണ് പറഞ്ഞത് കുസകാബെ. സോ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മാക്കി അതുപോലെ തന്നെ സുക്കുണയും കൂടിയിട്ട് വീണ്ടും ഒരു ഫൈറ്റ്, കാറ് ബിൽഡിങ് അങ്ങനത്തെ ഒരു സാധനം കൊണ്ട് ഇവരും വെറുതെ വിടുന്നില്ല. സോ ഈ ഒരു ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എനിക്ക് ബാക്കിൽ മറ്റവൻ നാനാമിൻ്റെ അസിസ്റ്റൻ്റ് ഇല്ലേ, ഇവൻ ഈ സുക്കുണ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ വരും. ബട്ട് നമ്മൾ സുക്കുണെ കാണുകയും ചെയ്യും, പിന്നെ പിടിച്ച് അപ്പുറത്തോട്ടേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ സുക്കുണെ ചിന്തിക്കും ഇവന് മുമ്പ് വെപ്പൺ ഉണ്ടായല്ലോ, എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നെന്ന് വയ്ക്കും. അപ്പോൾ നമ്മൾ കുസക്കാബ് നേരെ ആളുടെ സോഡ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ വരിക. ഇത് നമ്മുടെ സുക്കുണെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കുസക്കാബിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ടൈമിൽ വീണ്ടും നമ്മൾ മാക്കി വന്നിട്ട് നമ്മുടെ സുക്കുണയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ സുക്കുണ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ മാക്കിൻ്റെ ഫേസിന് പിടിച്ചിട്ട് അപ്പുറത്ത് ബിൽഡിംഗ് കൂടെ എത്തിയിട്ട് നേരെ നിലത്തെത്തിക്കുകയാണ്. സോ അവൾക്ക് അടുത്തൊരു സെക്കൻഡ് കൊടുക്കുന്നില്ല, അയാളുടെ സോഡ് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഫ്ലാഷ് തന്നെ നേരെ ഇട്ട് കൊടുക്കണം നമ്മുടെ മാക്കിക്ക്. അവിടെ തീരുമാനമായി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റായിട്ട് നമ്മുടെ സുക്കുണ ഫൈറ്റ് ചെയ്യുന്ന ആരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുസക്കാബെ ഇത് ഞാൻ വേറെ ആരും ഇല്ലടാ ഫൈറ്റ് ചെയ്യുമ്പോൾ ദ കിങ് ഓഫ് കേസസ് വേഴ്സസ് ദ സ്ട്രോങ്ങസ്റ്റ് ഗ്രേഡ് 1 സോസർ. ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.